വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയുമായി ചോദ്യപേപ്പർ ചോർച്ചാ കേസ് പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്ന ഷുഹൈബ് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് 3 മാസത്തിനു ശേഷം യൂട്യൂബ് വീഡിയോയുമായി എത്തിയത്. വിദ്യാർത്ഥികൾക്ക് ഒപ്പം നിന്നതിന്റെ പേരിലാണ് താൻ ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുഹമ്മദ് ഷുഹൈബ് വിശദീകരിക്കുന്നു. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാർ ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടത് നൽകുകയും അയാൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു കൊണ്ടുതൽ നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. ഇത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, 3 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ചോദ്യപേപ്പർ ചോർച്ചാ കേസ് പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് വളരെയധികം വിചിത്രമായൊരു ന്യായവാദമാണ് ഷുഹൈബ് ഇപ്പോൾ നമ്മൾ കേട്ടു. ആ ന്യായവാദമായി ഉന്നയിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എങ്ങനെ താൻ മുഖ്യപ്രതിയായി എന്നത് സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ ഈ വീഡിയോയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് തികച്ചും വിചിത്രമായാണ്. അതായത് തൻ്റെ ഒരു കാർ, തൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കാർ തൻ്റെ സുഹൃത്ത് എടുത്തു കൊണ്ടുപോവുകയും ആ എടുത്തു കൊണ്ടുപോകുന്നതിനിടെ അപകടം സംഭവിക്കുകയും ആ അപകടം സംഭവിച്ചു കഴിഞ്ഞ് ആ സുഹൃത്ത് തന്നോടത് പറയാതെ തിരികെ തനിക്ക് ആ കാർ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് പോലീസ് കാർ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉടമ താനാണ് എന്നറിഞ്ഞ് തന്നെ പ്രതി ചേർക്കുന്നതിന് സമമാണ് ഈ ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ മുഖ്യപ്രതിയാക്കിയത് എന്ന തരത്തിലാണ് ഈ മുഹമ്മദ് ഷുഹൈബ് വിചിത്രമായൊരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു വിചിത്രവാദം എന്ന് പറയുന്നത് താൻ വിദ്യാർത്ഥികൾക്കൊപ്പം നിലനിന്നയാളാണ്. 2023 ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചിരുന്നു. മാത്രമല്ല അത് കൂടുതൽ ഈ ലഹരി മാഫിയ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ചില ട്യൂഷൻ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും ഇടപെടുന്നതായി താൻ പറഞ്ഞിരുന്നു. അതിനെതിരെ താൻ സംസാരിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ തനിക്ക് ഭീഷണി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു കേസിൽ താൻ ഇങ്ങനെ അകപ്പെട്ടത് എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പല അധ്യാപകരും തനിക്കെതിരാണ്. MS സൊല്യൂഷൻ അവരുടെ ഒരു വില്ലൻ ആയി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഉള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന ഒരു വിചിത്രമായ വാദം അദ്ദേഹം ഉന്നയിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ആ കേസിൽ മുഖ്യപ്രതിയായി മുഹമ്മദ് ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ മുഹമ്മദ് ഷുഹൈബ് അദ്ദേഹത്തിൻ്റെ ചാനലായിട്ടുള്ള MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ ചോദ്യപേപ്പറുകളുമായി താൻ വരുമെന്ന ഒരു വിശദീകരണം കൂടി ഈ ഫോളോവേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിന് അദ്ദേഹം നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഹമ്മദ് ഷുഹൈബ് വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിലാണ് താൻ കേസിലകപ്പെട്ടതിനെ ന്യായീകരിച്ചുള്ള വിചിത്രവാദവുമായി മുഹമ്മദ് ഷുഹൈബ് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. അതിര